അപ്പോൾ അടുത്തതായിട്ട് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം, എന്നിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയാം. ക്വസ്റ്റ്യൻ ഇതാണ്: പ്രിപ്പയർ എ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് അറ്റ് 80% and 100% capacity on the following information. Production at 50% capacity 5000 units, raw material 80 per unit, direct labor 50 per unit, expenses 15 per unit, factory expenses 50,000, 50% വേരിയബിൾ എന്ന് തന്നിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് 60,000, 60% വേരിയബിൾ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷനൊക്കെ 50% കപ്പാസിറ്റിക്ക് വരുന്ന 5000 യൂണിറ്റ്സ് ആണ്. അതുപോലെ ഓരോ യൂണിറ്റിനും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് മെറ്റീരിയൽ എക്സ്പെൻസസ്, ഫാക്ടറി എക്സ്പെൻസസ് ഒക്കെ എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണേണ്ടത് ഈ 50% കപ്പാസിറ്റി വെച്ചിട്ട്, ഈ ഇൻഫോർമേഷൻ വെച്ചിട്ട് 80% കപ്പാസിറ്റിയിലും അതുപോലെ 100% കപ്പാസിറ്റിയിലും എങ്ങനെയാണ് കോസ്റ്റ് വരിക എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി ആദ്യം ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് വരയ്ക്കുക. ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് വരയ്ക്കുമ്പോൾ 4 കോളമാണ് വേണ്ടത്. 4 കോളം എന്ന് പറയുന്നത് ഫസ്റ്റ് കോളം പെർട്ടിക്കുലേഴ്സ് കോളം, പിന്നെ 3 യൂണിറ്റ്സ് കോളം. യൂണിറ്റ്സ് കോളം എന്ന് പറയുമ്പോൾ 50% കപ്പാസിറ്റിക്ക് നമുക്ക് 5000 യൂണിറ്റ്സ് ആണ് അവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. അടുത്ത കോളത്തിൽ 80% കപ്പാസിറ്റിയാണ്. 80% കപ്പാസിറ്റിയിൽ എത്ര യൂണിറ്റ്സാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അതായത് 5000 യൂണിറ്റ്സ് എന്ന് പറയുന്നത് 50% ആകുമ്പോൾ 5000 ഡിവൈഡ് ബൈ 50 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1% എത്ര യൂണിറ്റ്സ് ചെയ്യാം എന്ന് കിട്ടും. അപ്പോൾ ആ 1 ഇൻറ്റു അല്ലെങ്കിൽ 5000 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 80 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8000 യൂണിറ്റ്സ്, അതായത് 80% കപ്പാസിറ്റിയിൽ 8000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് കിട്ടും. അതുപോലെ 100% കപ്പാസിറ്റിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 5000 ഡിവൈഡ് ബൈ 50 ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ 10,000 യൂണിറ്റ്സ് ആണ് 100% കപ്പാസിറ്റിയിലേക്ക് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ട യൂണിറ്റ്സ് എന്ന് കിട്ടും. അപ്പോൾ അടുത്ത് നമുക്ക് ഈ കോസ്റ്റ് ഷീറ്റിൽ അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ഷീറ്റിൽ ആദ്യം വരുന്ന ഇൻഫോർമേഷൻ, ആദ്യം തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഡയറക്റ്റ് മെറ്റീരിയൽ ആണ് തന്നിരിക്കുന്നത്. ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് 80 പെർ യൂണിറ്റ്, അതായത് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 80 റുപ്പീസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 5000 ഇൻറ്റു 80 4 lakh, 8000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 8000 ഇൻറ്റു 80 6,40,000. അതുപോലെ തന്നെ 10,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 10,000 ഇൻറ്റു 80 8 lakh എന്ന് കിട്ടും. അടുത്ത് പറയുന്നത് ലേബറാണ്. ലേബർ എന്ന് പറയുന്നത് 50 പെർ യൂണിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 50 റുപ്പീസ് ആണ് നമുക്ക് വരിക. അപ്പോൾ 5000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ 5000 ഇൻറ്റു 50 2,50,000, 8,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 8,000 ഇൻറ്റു 50 4 lakh. അതുപോലെ 10,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 10,000 ഇൻറ്റു 50 5 lakh എന്ന് കിട്ടും. അടുത്തത് വരുന്ന ഇൻഫോർമേഷൻ, തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ എക്സ്പെൻസസ് ആണ്. എക്സ്പെൻസസ് എന്ന് പറയുന്നത് 15 പെർ യൂണിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 15 റുപ്പീസ് ആണ്. 5000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 5000 ഇൻറ്റു 15 75,000. അതുപോലെ 8000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 8000 ഇൻറ്റു 15 1,20,000. അതുപോലെ 10,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ 10,000 ഇൻറ്റു 15 1,50,000 എന്ന് കിട്ടും. ഈ 3 ഡയറക്റ്റ് എക്സ്പെൻസസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ടിനെ പറയുന്ന പേരാണ് പ്രൈം കോസ്റ്റ് എന്ന്. അപ്പോൾ 50% കപ്പാസിറ്റിയിൽ പ്രൈം കോസ്റ്റ് 7,25,000 കിട്ടും. 80% കപ്പാസിറ്റിയിൽ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് 11,60,000 കിട്ടും. അതുപോലെ 100% കപ്പാസിറ്റിയിൽ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് 14,50,000 നിന്നും കിട്ടും. അടുത്ത് വരുന്ന ഐറ്റം എന്ന് പറയുന്നത് ഫാക്ടറി എക്സ്പെൻസസ് ആണ്. ഫാക്ടറി എക്സ്പെൻസസിൻ്റെ കാര്യം വരുമ്പോഴാണ് നമുക്ക് വർക്കിംഗ് നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. കാരണം ഫാക്ടറി എക്സ്പെൻസസ് തന്നിരിക്കുന്നത് 50% കപ്പാസിറ്റിക്ക് വേണ്ട ഫാക്ടറി കോസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 50% കപ്പാസിറ്റിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കപ്പാസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഫാക്ടറി എക്സ്പെൻസസ് ആണ് 50,000 യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 50,000 യൂണിറ്റിൽ 50% വേരിയബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഉള്ള 50% എന്ന് പറയുന്നത് അവിടെ ഫിക്സഡ് ആണ്. അപ്പോൾ നമുക്കൊരു വർക്കിംഗ് നോട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഇത് എങ്ങനെ വരിക എന്ന് നോക്കാം. അപ്പോൾ വർക്കിംഗ് നോട്ടിൽ അറ്റ് 50% കപ്പാസിറ്റി തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ വെച്ചിട്ട് 50,000 റുപ്പീസ് ആണ് ഫാക്ടറി എക്സ്പെൻസസ് വരിക. 50% വേരിയബിൾ, അതായത് 25,000 എന്താണ് അവിടെ വേരിയബിൾ ആണ്. 50,000ൻ്റെ 50% എന്ന് പറയുന്നത് 25,000 വേരിയബിൾ. ബാക്കിയുള്ള 25,000 എന്താണ് ഫിക്സഡുമാണ്. അത് നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷന് ക്ലിയർ ആണ്. അപ്പോൾ ഫിക്സഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് എല്ലാ ലെവൽ ഓഫ് ആക്ടിവിറ്റീസിനും സെയിം ആയിരിക്കും. അവിടെ ഒരു ചേഞ്ചും ഉണ്ടാവില്ല. വേരിയബിൾ എക്സ്പെൻസസ് മാത്രമാണ് ലെവൽ ഓഫ് ആക്ടിവിറ്റിക്ക് അനുസരിച്ച് ചേഞ്ച് ആവുക. അതായത് ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ ഫിക്സഡ് ഫോർ ഓൾ ലെവൽ ഓഫ് ആക്ടിവിറ്റി ആൻഡ് പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റ് വിൽ വേരി.
എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വേരിയബിൾ എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഇവിടെ 25,000 ആണെന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ നമുക്ക് വേരിയബിൾ എക്സ്പെൻസസ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അതായത് 5000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് വരുന്നത് 25,000 രൂപയാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞു. ഇനി അടുത്തത് കണ്ടുപിടിക്കേണ്ടത് വേരിയബിൾ എക്സ്പെൻസസ് പെർ യൂണിറ്റ് ആണ്. അതിനുവേണ്ടി നമുക്ക് 25,000 ഡിവൈഡഡ് ബൈ 5,000 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് വേരിയബിൾ എക്സ്പെൻസസ് എന്ന് പറയുന്നത് 5 പെർ യൂണിറ്റ് കിട്ടും. അപ്പോൾ ടോട്ടൽ ഇവിടുത്തെ ഫാക്ടറി എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ ഫിക്സഡ് എക്സ്പെൻസസ് 25,000 അതുപോലെ വേരിയബിൾ എക്സ്പെൻസസ് 25,000 കൂട്ടുമ്പോൾ 50% കപ്പാസിറ്റിയിൽ 50,000 എക്സ്പെൻസസ് ആവും. അതുപോലെ അടുത്തത് പറയുന്നത് 80% കപ്പാസിറ്റിയിൽ 8,000 യൂണിറ്റ് ആണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫിക്സഡ് എക്സ്പെൻസസ് ഓൾറെഡി 25,000 എല്ലാ ലെവൽ ഓഫ് ആക്ടിവിറ്റീസിനും ഉണ്ട്. അതിൻ്റെ കൂടെ വേരിയബിൾ എക്സ്പെൻസസ് എന്ന് പറയുന്ന 5 rupees ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന 5 യൂണിറ്റ് ഇൻറ്റു നമ്മുടെ 80% കപ്പാസിറ്റി ഉള്ള 8,000 യൂണിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേരിയബിൾ എക്സ്പെൻസസ് 80% കപ്പാസിറ്റി കിട്ടും. അതാണ് 40,000. അപ്പോൾ ആ രണ്ട്, അതായത് ഫിക്സഡും വേരിയബിളും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 25,000 ഫിക്സഡ് എക്സ്പെൻസസും അതുപോലെ വേരിയബിൾ എക്സ്പെൻസസ് 80% എന്ന് പറയുന്ന 40,000 കൂടി ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ഫാക്ടറി എക്സ്പെൻസസ് എന്ന് പറയുന്നത് 80% കപ്പാസിറ്റിയിൽ 65,000 എന്ന് കിട്ടും. ഇനി അടുത്ത് ചെയ്യാനുള്ളത് 100% കപ്പാസിറ്റിയിൽ ഫാക്ടറി എക്സ്പെൻസസ് എങ്ങനെ വരിക എന്നാണ്. അപ്പോൾ ഓൾറെഡി ഫിക്സഡ് എക്സ്പെൻസസ് 25,000 ഉണ്ട്. വേരിയബിൾ എക്സ്പെൻസസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളൂ. വേരിയബിൾ എക്സ്പെൻസസ് എന്ന് പറയുന്നത് 5 പെർ യൂണിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 100% കപ്പാസിറ്റിയിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് 10,000 യൂണിറ്റ് ആണ്. അപ്പോൾ 10,000 ഇൻറ്റു 5 50,000. അപ്പോൾ മൊത്തം ഫാക്ടറി എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഫാക്ടറി എക്സ്പെൻസസ് അറ്റ് 100% കപ്പാസിറ്റി എന്ന് പറയുന്നത് ഫിക്സഡ് ആയിട്ടുള്ള ഫാക്ടറി എക്സ്പെൻസസ് 25,000 അതുപോലെ വേരിയബിൾ ആയിട്ടുള്ള ഫാക്ടറി എക്സ്പെൻസസ് 50,000 കൂട്ടുമ്പോൾ 100% കപ്പാസിറ്റിയിൽ നമുക്ക് വേരിയബിൾ എക്സ്പെൻസസ് കിട്ടും 75,000 എന്ന്. ഇനി ചെയ്യാനുള്ളത് ഈ കിട്ടിയ ഇൻഫർമേഷൻ നമ്മുടെ കോസ്റ്റ് ഷീറ്റിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാം. അപ്പോൾ പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറി എക്സ്പെൻസസ് ആഡ് ചെയ്യുക. 50% കപ്പാസിറ്റിയിൽ 5,000 യൂണിറ്റും അതുപോലെ 80% കപ്പാസിറ്റിയിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന 65,000 അതുപോലെ 100% കപ്പാസിറ്റിയിലേക്ക് നമുക്ക് കിട്ടിയിരിക്കുന്ന 75,000 കൂടി ആഡ് ചെയ്യുമ്പോൾ ഈ രണ്ട് കോസ്റ്റും, അതായത് പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറി എക്സ്പെൻസസ് കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ടിനെ ഫാക്ടറി കോസ്റ്റ് എന്നാണ് പറയുക. 50% കപ്പാസിറ്റിയിലെ ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത് 7,75,000 കിട്ടും. 80% കപ്പാസിറ്റിയിൽ ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത് 12,25,000 എന്ന് കിട്ടും. അതുപോലെ 100% കപ്പാസിറ്റിയിലെ ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത് 15,25,000 എന്നും കിട്ടും. ഇനി അടുത്തത് വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് എന്ന് പറയുന്ന ഐറ്റം 60% വേരിയബിൾ എന്നും 60% വേരിയബിൾ എന്ന് തന്നിട്ടുണ്ട്. അതായത് 50% കപ്പാസിറ്റിക്ക് വരുന്നത് 60,000 ആണ്. അതിൽ 60% വേരിയബിൾ ആണ്. ബാക്കിയുള്ള 40% ആണ് ഫിക്സഡ് ഉള്ളൂ എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും വർക്കിംഗ് നോട്ടിലേക്ക് പോവാം. വർക്കിംഗ് നോട്ടിൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസിൻ്റെ കാൽക്കുലേഷൻ ചെയ്യാം. അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് എന്ന് പറയുന്നത് 50% കപ്പാസിറ്റിയിൽ 60,000 ആണ് വേരിയബിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. 60,000 ആണ് എമൗണ്ട് തന്നിരിക്കുന്നത്. അതിൽ 60% ആണ് വേരിയബിൾ. അപ്പോൾ 60% വേരിയബിൾ എന്ന് പറയുമ്പോൾ 40% എന്തായിരിക്കും, അവിടെ ഫിക്സഡ് ആയിരിക്കും. അപ്പോൾ 60,000ൻ്റെ 40% എന്ന് പറയുമ്പോൾ 24,000 ആണ് ഫിക്സഡ്. അത് എല്ലാ ലെവൽ ഓഫ് ആക്ടിവിറ്റിയിലേക്കും ഫിക്സഡ് ആണ്. ബാക്കിയുള്ള 36,000 ആണ് എന്തുള്ളൂ, വേരിയബിൾ എക്സ്പെൻസസ് ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത് കാണേണ്ടത് വേരിയബിൾ എക്സ്പെൻസസ് പെർ യൂണിറ്റ് എത്രയാണ് നേരത്തെ കണ്ടുപിടിച്ച പോലെ കാണണം. ഇവിടെ വേരിയബിൾ എക്സ്പെൻസസ് എന്ന് പറയുന്നത് 36,000 ആണ്. 5,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനാണ് ഈ 36,000 വന്നിരിക്കുന്നത്. അപ്പോൾ 36,000 ഡിവൈഡഡ് ബൈ 5,000 എന്ന് പറയുമ്പോൾ വേരിയബിൾ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് 7.2 എന്ന് കിട്ടും. ഇനി അടുത്തത് പറയാനുള്ളത് അറ്റ് 80% കപ്പാസിറ്റിയിൽ 80% കപ്പാസിറ്റിയിൽ എത്രയാണ് വേരിയബിൾ എക്സ്പെൻസസ് വരിക എന്നാണ് വേരിയബിൾ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് വരിക എന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഓൾറെഡി വേരിയബിൾ എക്സ്പെൻസസ് പെർ യൂണിറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. 80% കപ്പാസിറ്റിയിൽ നമുക്ക് വരുന്ന പ്രൊഡക്റ്റ് അല്ലെ യൂണിറ്റ് എന്ന് പറയുന്നത് 8,000 യൂണിറ്റ് ആണ്. അപ്പോൾ 8,000 ഇൻറ്റു 7.2 ചെയ്യുമ്പോൾ നമുക്ക് വേരിയബിൾ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് 57,600 കിട്ടും. അപ്പോൾ ടോട്ടൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് അറ്റ് 80% കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ വേരിയബിൾ എക്സ്പെൻസസ് ആയ 57,600 അതുപോലെ ഫിക്സഡ് എക്സ്പെൻസസ് ആയ 24,000 കൂടി ആഡ് ചെയ്യുമ്പോൾ 81,600 ആയിരിക്കും 80% കപ്പാസിറ്റിയിൽ വരുന്ന വേരിയബിൾ എക്സ്പെൻസസ് എന്ന് പറയുന്നത്.
ഇനി അടുത്തത് 100% കപ്പാസിറ്റിയിൽ വേരിയബിൾ എക്സ്പെൻസസ് എത്ര, അല്ലെങ്കിൽ 100% കപ്പാസിറ്റിയിൽ ടോട്ടൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് എത്രയും വരിക എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 100% കപ്പാസിറ്റിയിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ട യൂണിറ്റ് എന്ന് പറയുന്നത് 10,000 യൂണിറ്റ് ആണ്. വേരിയബിൾ എക്സ്പെൻസസ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 7.2 ആണ്. അപ്പോൾ 10,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് വരുന്ന വേരിയബിൾ എക്സ്പെൻസസ് എന്ന് പറയുന്നത് 10,000 ഇൻറ്റു 7.2 72,000 ആണ്. അപ്പോൾ ടോട്ടൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് 100% കപ്പാസിറ്റി എന്ന് പറയുന്നത് വേരിയബിൾ എക്സ്പെൻസസ് ആയ 72,000 ഓൾറെഡി ഫിക്സഡ് എക്സ്പെൻസസ് ഉണ്ട് എന്ന് അവർ പറഞ്ഞു, ഫിക്സഡ് എക്സ്പെൻസസ് ആണെന്ന് അവർ പറഞ്ഞു 24,000 കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന 96,000 ആണ് ഇവിടുത്തെ ടോട്ടൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് അറ്റ് 100% കപ്പാസിറ്റി വരിക. ഇനി ഇതിനെ നമുക്ക് നമ്മുടെ കോസ്റ്റ് ഷീറ്റിലേക്ക് എൻ്റർ ചെയ്യാം. അപ്പോൾ ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് കൂടി ആഡ് ചെയ്യാം. 50% കപ്പാസിറ്റിയിൽ ഓൾറെഡി തന്നിട്ടുണ്ട് 60,000 റുപ്പീസ് ആണ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് എന്ന്. ഇനി 80% കപ്പാസിറ്റിയിൽ നമുക്ക് വരിക 81,600 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അടുത്തത് 100% കപ്പാസിറ്റിയിൽ 10,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്ന് പറയുന്നത് 96,000 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് ടോട്ടൽ കോസ്റ്റ്. ഇവിടെ 50% കപ്പാസിറ്റിയിൽ 5,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 8,35,000. അതുപോലെ 80%-ൽ 8,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് വരുന്ന ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 13,06,600. അതുപോലെ 100% കപ്പാസിറ്റിയിൽ 10,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് വരുന്ന ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 16,21,000 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. താങ്ക് യു.